നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് എങ്ങനെ എളുപ്പത്തിൽ സോൾവ് ചെയ്യാനെന്നാണ് നമ്മൾ നോക്കുന്നത്. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് എല്ലാവർക്കും എന്താണെന്ന് അറിയാമെന്ന് വിചാരിക്കണം. ഈ എക്സ് സ്ക്വയർ ഇവിടെ എക്സിന് ഒരു സ്ക്വയർ പവർ സ്ക്വയറും ഇവിടെ 1 പവറായിട്ട് ഇവിടെ എക്സ് ഇല്ലാതെ വരുന്ന ഇക്വേഷൻസാണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഇവിടെ ക്യൂബാണ് വെച്ചത് തേർഡ് ഡിഗ്രി ഇക്വേഷനായി മാറിയായിരുന്നു. ഇതിപ്പോൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ്. ഇനി നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഈ -5 എന്ന് പറയുന്നത് ഈ മൈനസ് ശരിക്കും 5ൻ്റെ ആണ്. ഇത് -5ആണ്. ഈ പ്ലസ് എന്ന് പറയുന്നത് +6ൻ്റെ കൂടെയുള്ള പ്ലസ്സാണ്. ഇതിനർത്ഥം ഇത് +6 എന്നാണ് അർത്ഥം. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാതെ ഇത് എക്സ് സ്ക്വയർ -5 എന്ന് പറഞ്ഞാൽ ഈ -5ൻ്റെ ഒപ്പം വരുന്നതാണ്. കൂടാതെ ഇതിന് നമുക്ക് ഇവിടെ 1 ഉണ്ടെന്നും അർത്ഥമുണ്ട്. ഇവിടെ 1 ആണ്. എക്സിൻ്റെ ഇപ്പുറത്ത് വാല്യൂ ഒന്നുമില്ല വെച്ചാൽ 1 എന്നാണ് അർത്ഥം. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ എക്സ് സ്ക്വയറിൻ്റെ ഇവിടെ എ എന്നും -5ൻ്റെ അവിടെ ബി എന്നും എക്സ് വരാത്തവിടുത്തെ സി എന്നും ഇങ്ങനെ എ ബി സി എന്ന് ഇതിനെ എടുക്കാം. ഇനി നമുക്ക് ഇത് എങ്ങനെ എളുപ്പത്തിൽ ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് സോൾവ് ചെയ്യാമെന്ന് നോക്കാം. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഈ എ ഇൻറ്റു സി ചെയ്യുക. ഇവിടെ എക്സിൻ്റെ സ്ഥാനത്തെ വാല്യൂ 1 ആണ്, ഇവിടെ 6 ആണ്. അത് ഇൻറ്റു ചെയ്യുമ്പോൾ കിട്ടുന്നത് +6 ആണ്. 6 ഇനി ഇനി കൂട്ടുമ്പോൾ ഈ -5 വിവിധ വാല്യൂവായ -5 കിട്ടുന്ന സംഖ്യ ഏതാണെന്ന് നോക്കുക. അങ്ങനെ വരുന്ന സംഖ്യ ഏതാണോ അതായിരിക്കും ഇതിൻ്റെ ഉത്തരമായി വരുന്നത്. ഇങ്ങനെ ഗുണിക്കുമ്പോൾ 6ഉം കൂട്ടുമ്പോൾ -5ഉം വരുന്നതാണ് -3ഉം -2ഉം. -3 ഇൻറ്റു -2 6 പോസിറ്റീവ് 6 -3 പ്ലസ് -2 -5. അപ്പോൾ ഇത് വരുന്നത് -3ഉം -2ഉമാണ്. പക്ഷെ ഉത്തരം അതല്ല. ഉത്തരം എഴുതുമ്പോൾ ഈ എക്സിൻ്റെ അവിടെ വാല്യൂ ഒന്നുമില്ല, 1 ആണെന്ന് വെച്ചാൽ വെറുതെ സൈൻ തിരിച്ച് മാറ്റിയാൽ മതി. മൈനസ് പ്ലസ് ആക്കുക. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് 3ഉം 2ഉമാണ് ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. ഇത് ഈ -3 ഇൻറ്റു -2 ആദ്യം കണ്ടുപിടിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടെങ്കിലും നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്ത് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാവുന്നതാണ്. ഇത് വലിയ എളുപ്പത്തിൽ ചെയ്യുക. കുറേ ചെയ്ത് പഠിക്കുമ്പോൾ ഇങ്ങനത്തെ സംഖ്യകൾ എളുപ്പത്തിൽ കണ്ടുപിടിച്ച് നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് രണ്ടാമത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എക്സിൻ്റെ അവിടെ വാല്യൂ ഇല്ലാത്ത ക്വസ്റ്റ്യൻ തന്നെയാണ് നമ്മൾ നോക്കുന്നത്. എക്സ് സ്ക്വയർ പ്ലസ് 7x പ്ലസ് 12 = 0. ഇതിൻ്റെ ഉത്തരം ആദ്യം ഇങ്ങനെ ഇട്ട് വയ്ക്കുക. എന്നിട്ട് ഇവിടെ 1 ഇൻറ്റു 12 1 ഇൻറ്റു 12 12 പിന്നെ കൂട്ടിയാൽ ഈ +7 കിട്ടുന്നത് ഏതാണെന്ന് നോക്കുക. അപ്പോൾ ഇൻറ്റു ചെയ്ത 12 കൂട്ടി കിട്ടുന്നത് 4 ഇൻറ്റു 3 12 4 ഇൻറ്റു 3 4 + 3 7. അപ്പോൾ 4 3 ഉത്തരം വരുന്നത്. 4 3. എന്നിട്ട് ഇവിടെ എക്സ് സ്ക്വയറിൻ്റെ സ്ഥാനത്ത് വാല്യൂ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇതിൻ്റെ സൈൻ മാറ്റണം, പ്ലസ് മൈനസ് ആക്കണം. അപ്പോൾ ഉത്തരം വരുന്നത് -4ഉം -3ഉമാണ്. രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം വരുന്നത് -4ഉം -3ഉമാണ്. മനസ്സിലായി? ആദ്യം എയും സിയും ഇൻറ്റു ചെയ്യുക. അപ്പോൾ 12 വരും. പിന്നെ നടുക്കത്തെ ചിഹ്നം നോക്കിയിട്ട് ഇടുക. എന്നിട്ട് അത് ഗുണിച്ചാൽ ഇത് 12 കിട്ടുന്നതും കൂട്ടിയ 7 കിട്ടുന്നത് ഇടുക. എന്നിട്ട് സൈൻ തിരിക്കുക. എക്സിൻ്റെ അവിടെ വാല്യൂ ഒന്നും ഇല്ലാച്ചാൽ. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം. മൂന്നാമത്തെ ചോദ്യം നമുക്ക് എക്സിൻ്റെ അവിടെ വാല്യൂ വരുമ്പോൾ എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. മൂന്നാമത്തെ ചോദ്യം 2x² - 7x + 3 = 0. ഇവിടെ ആദ്യം ഇൻറ്റു ചെയ്യുക. 2 ഇൻറ്റു 3 6. പിന്നെ കൂട്ടുമ്പോൾ -7ഉം വരുന്നത് ഏതാണെന്ന് നോക്കുക. അങ്ങനെ വരുന്ന ഉത്തരം -1 ഇൻറ്റു -6 6ആണ്. -1 പ്ലസ് -6 -7ആണ്. അപ്പോൾ ഇത് വരുന്നത് -1ഉം -6ഉമാണ് ഇത് വരുന്നത്. അപ്പോൾ ഇവിടെ വെറുതെ സൈന് മാറ്റി എഴുതാൻ പറ്റില്ല, കാരണം ഇത് എക്സ് സ്ക്വയറിൻ്റെ അവിടെ വാല്യൂ 2 ആയിട്ടുണ്ട്. എക്സ് സ്ക്വയറിൻ്റെ അവിടെ വാല്യൂ വരികയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഈ സി ഇല്ലേ, ഈ 3 ഇത് 3 ഇട്ടിട്ട് 3 ഇതിൻ്റെ മേലെ എഴുതിയിട്ട് നമ്മൾ സൈൻ തിരിക്കണം. ഇത് +3 ആകുമ്പോൾ -3 -6 ആക്കണം. എന്നിട്ട് ഇത് ബൈ ചെയ്യുമ്പോൾ കിട്ടുന്നതായിരിക്കും ഉത്തരം. ഇവിടെ ഈ 3 എഴുതിയിട്ട് 3 പ്ലസ് ആണെന്ന് അത് മൈനസ് ആക്കണം, സൈന് മാറ്റണം. മൈനസ് ആണെന്ന് പ്ലസ് ആക്കണം, പ്ലസ് ആണെന്ന് മൈനസ് ആക്കണം. ഇങ്ങനെ സൈൻ മാറ്റിയിട്ട് വേണം എഴുതാൻ. നമുക്ക് -3
ഹരിക്കണം -1 = 3 +3 -3 ഹരിക്കണം -6 1/2 or 0.5 ആണ് ഉത്തരം. അപ്പോൾ ഇതിൻ്റെ ഉത്തരം വരുന്നു +3 അറിയുമാണ് 1/2 ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് 2x² - 7x + 3. അത് മറ്റേത് ചെയ്ത പോലെ തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷേ ഇവിടെ 2ൻ്റെ അവിടെ വേനുണ്ട്. ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് 2 × +3 2 × 3 ആക്കുമ്പോൾ 6 വരണം. പിന്നെ -7 അങ്ങനെ 6ഉം -7 കൂട്ടുമ്പോൾ -7 ഇൻറ്റു ചെയ്യുമ്പോൾ 6 വരുന്ന സംഖ്യ നോക്കി അത് -1 -6 ആണ്. അത് എഴുതിയിട്ട് ഈ സീൻ്റെ വാല്യൂ എടുത്ത് ഇവിടെ ഇടുക +3. അപ്പോൾ 3 ഇട്ടിട്ട് അതിൻ്റെ സൈൻ മാറ്റണം. -3 മേലെ ഇടുക എന്നിട്ട് ഹരിക്കുമ്പോൾ കിട്ടുന്നതായിരിക്കും ഉത്തരം. നമുക്ക് ഇനി അടുത്ത ചോദ്യം നോക്കാം. 3x² + x - 2 = 0. ആദ്യം ഇങ്ങനെ ഇട്ട് കൊടുക്കുക. നമുക്ക് ചെയ്യാൻ എളുപ്പത്തിന് 3 × -2 -6 ആണ്. കൂട്ടുമ്പോൾ ഇൻറ്റു ചെയ്യുമ്പോൾ -6ഉം കൂട്ടുമ്പോൾ 1ഉം കിട്ടുന്നത്. ബീൻ്റെ അവിടുത്തെ വാല്യൂ 1. ഇത് ഏതാ സംഖ്യ എന്ന് നോക്കണം. ഇത് വരുന്നത് 3ഉം -2ഉം ഇൻറ്റു ചെയ്യുമ്പോൾ -6ഉം 3 + -2 -1. അപ്പോൾ 3ഉം -2ഉം ആണ് വരുന്നത്. ഇനി നമ്മൾ നോക്കേണ്ടത് x² അവിടുത്തെ വാല്യൂ 1 ആണോ? അല്ല. 1 ആണെന്ന് നമുക്ക് വെറുതെ സൈൻ മാറ്റി എഴുതിയാൽ മതിയാണ്. +3 +2 -3 + 2 ആയിരിക്കും ആൻസർ. ഇതിപ്പോൾ ഇതിൻ്റെ വാല്യൂ 3 ആയതുകൊണ്ട് നമ്മൾ സീൻ്റെ -2 ഇതിൻ്റെ മേലെ എടുത്ത് എഴുതണം. -2 ഇത് മൈനസ് ആയതുകൊണ്ട് ഇതിൻ്റെ സൈൻ പ്ലസ് ആക്കണം. എന്നിട്ട് ചെയ്യുമ്പോൾ വരുന്നതാണ് ആൻസർ 2/3. അപ്പോൾ ഉത്തരം വരുന്നത് 2/3 2 ഹരിക്കണം -2 -1 ആണ് ഇതിൻ്റെ അത് ഉത്തരം വരുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഒരു കണക്ക് കൂടി അവസാനമായി നോക്കാം. അഞ്ചാമത്തെ ചോദ്യം 4x² - 4x - 15 4 × -15 -60 ആണ്. ഇനി കൂട്ടിയ -4 വരുന്നത് ഏതാണെന്ന് നോക്കുക. -4 ഇത് വരുന്നത് -10 × 6 60 -60 വരുന്നത്. -10 + 6 -4 ആണ് വരുന്നത്. അപ്പോൾ -10ഉം 6ഉമാണ് ഉത്തരമല്ല ഇത് വരുന്നത്. എന്നിട്ട് നമ്മൾ ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഉള്ളതുകൊണ്ട് നമ്മൾ ഈ സീൻ്റെ -15 മാറ്റി -15 ഇത് പ്ലസ് ആക്കണം +15. എന്നിട്ട് ആൻസർ ചെയ്യുമ്പോൾ ഉത്തരം വരുന്നത് 3/-2 +15/6 5/2 ആണ് ഉത്തരം വരുന്നത്. അപ്പോൾ അഞ്ചാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം 3/-2 5/2 ആണ് ഉത്തരം വരുന്നത്. എല്ലാവർക്കും മനസ്സിലായി സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് എങ്ങനെയാണ് സിമ്പിളായി സോൾവ് ചെയ്യാൻ പറ്റുക എന്ന് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്നാൽ ഞാനൊരു ക്വസ്റ്റ്യൻ കൂടി തരാം. അത് നിങ്ങൾക്ക് ചെയ്ത് ആ ഉത്തരം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ചോദ്യം 3x² + 10x + 7 = 0. ഇതിൻ്റെ ഉത്തരം എന്താണെന്ന് കിട്ടുകയാണെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക. നന്ദി.